ഹായ് എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇറച്ചി പത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു വെജിറ്റബിൾ പത്തിരി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പേ ആയിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോൻ്റെ തൊട്ട് താഴെ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, അതൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചട്ടിപ്പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ എണ്ണയിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, രണ്ടും കൂടിയിട്ട് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് അതിലോട്ട് 3 സവാള, മീഡിയം സൈസ് വലുപ്പമുള്ള 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് തന്നെ ഒരു 3 പച്ചമുളക് കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എരിയില്ലാത്ത പച്ചമുളകാണ്, അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. 3 പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. നല്ല സൗണ്ട് ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ, നല്ല കഫക്കെട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് അടങ്ങിയിരിക്കണത്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വീഡിയോക്ക് സൗണ്ട് കുറവാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. നന്നായിട്ട് ആ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുക. നമ്മുടെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ, അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഓൾമോസ്റ്റ് അതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും ഇതുപോലത്തെ മസാലകൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ വളരെ കുറച്ച് മാത്രം മസാല യൂസ് ചെയ്യുക. ഒരുപാട് അധികമായി കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും. ഞാനിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടി, കാശ്മീരി ചില്ലി വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തന്നെ ഒരു 2 നുള്ള് ഗരം മസാല കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അധികം മസാലകളൊന്നുമില്ല, വേറെ മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, കുരുമുളക് പൊടിയൊന്നുമില്ല. ഈ 3 മസാലപ്പൊടികൾ മാത്രമേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ. ആ സമയത്താണ് നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ എങ്ങനെ ചേർക്കേണ്ടത് വെച്ചാൽ, ചിക്കന് ഓൾറെഡി വെന്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളത്തിൽ ഒന്ന് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് പിച്ചി ചീന്തിയിട്ട് ഇട്ടാൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മുളക് പൊടി ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് എണ്ണയിൽ ഒന്ന് ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് പിച്ചി പറിച്ചിട്ട് ഇട്ടാലും മതി. എങ്ങനെയാണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യരുത്, അതിലും നല്ലത് ഇങ്ങനെ കൈകൊണ്ട് ചെറിയ പീസുകളാക്കിയിട്ട് ഇടുന്നതാണ്. അതാണ് ഒന്നുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. ലാസ്റ്റായിട്ട് മല്ലിയില കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചിക്കനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കുക, നിങ്ങൾ എടുക്കുന്ന മസാലക്കനുസരിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ്, ഏകദേശം 1 കപ്പ് ചിക്കൻ വരെ ഇതുപോലെ പിച്ചിയിട്ടുള്ളത് 1 കപ്പ് വരെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് മാവ് തയ്യാറാക്കണം. നമ്മുടെ പുറത്തുള്ള നമ്മുടെ ഇറച്ചിപ്പത്തിരിക്കുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് മൈദയിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം നല്ല കട്ടിയിലുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല കട്ടിയായിട്ടുള്ളതുമായ മാവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ പൊറോട്ടയ്ക്ക് കുഴക്കണത് നല്ല ലൂസായിട്ടായിരിക്കും, ചപ്പാത്തിക്ക് ഒന്നുകൂടെ ഒരു തിക്കുണ്ടാവും. ഇത് അതിലും തിക്കായിട്ടാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് വേണ്ടതും. ഒരുപാട് അങ്ങ് സോഫ്റ്റായിട്ടും പോവരുത്, എങ്കിൽ സോഫ്റ്റ് വേണേനും. അപ്പം ഇത് കണ്ടോ, നല്ല ടൈറ്റായിട്ടുള്ള ഡോ ആണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി മാറ്റിയ ശേഷം ഇങ്ങനെ ഓരോന്നായിട്ട് പരത്തിയെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അതായത് നമ്മൾ പത്തിരി പലകയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പൊടി ഒന്ന് തൂവിക്കൊടുത്താൽ മതി. ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാ പോലെ പരത്തിയെടുത്താൽ മതി. ഇതുപോലെ നമ്മുടെ സാധാ നൈസ് പത്തിരിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ കനത്തിൽ പരത്തിയെടുക്കുക. അപ്പോൾ 2 എണ്ണം ഫസ്റ്റ് പരത്തിയെടുക്കണം, എന്നിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ.
അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഉണ്ടാക്കി ആദ്യമേ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കരുത്. അപ്പോൾ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. 2 എണ്ണം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു ഇറച്ചിപ്പത്തിരി തയ്യാറാക്കിയതിന് ശേഷം വേറുള്ളത് തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ നടുവിലായിട്ട്, ഈ റൗണ്ടിൻ്റെ നടുവിലായിട്ട് കുറച്ച് മാത്രം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടുള്ള ആ പത്തിരി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു കറക്റ്റ് ഷേപ്പൊന്നല്ല. അപ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം, റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതൊന്നും ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. 4 പുറമുള്ള ബാക്കിയുള്ളതും ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പരത്തിയത് കറക്റ്റ് റൗണ്ടാണ്, എല്ലാം ഒരേ സൈസാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മുഴുവനായിട്ടും എടുക്കുക, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൗണ്ടിന് ചുറ്റും മസാല വല്ലാതെ ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്ക് ഇതിൻ്റെ റൗണ്ട് സൈഡൊക്കെ ചുരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നടുവിൽ മാത്രമേ ഉള്ളൂ മസാല ഉണ്ടാവാൻ പാടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ സൈഡ് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുന്നാൽ മതി. നമ്മുടെ പൂവട, അതുപോലെ കോഴിയട അതൊക്കെ ഉണ്ടാവില്ല, അതുപോലെയാണ് അതിൻ്റെ സൈഡ് പോലെയാണ് ഏകദേശം വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ കോഴിയടയുടെയൊക്കെ സൈഡിൽ കണ്ടിട്ടില്ല, അതുപോലത്തെ ഡിസൈനാണ് ഇതിൻ്റെ ചുറ്റും നമ്മൾ ചെയ്തെടുക്കേണ്ടത്. പതുക്കെ പതുക്കെ ഇങ്ങനെ പിരിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയെടുക്കണം. ബാക്കി കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം ഞാനിവിടെ 4 എണ്ണമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 4 എണ്ണം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. ഞാനിവിടെ ചീനച്ചട്ടിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഓൾറെഡി ഒഴിച്ച് 1 എണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2ാമതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ അതിൻ്റെ സൈഡ് വേവാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ വേവിച്ചെടുത്താൽ മതി. 2 സൈഡും ബ്രൗൺ നിറമായ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചിക്കന് പകരം ബീഫ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യുക. എന്നിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക ഈ ഇഫ്താറിന് തന്നെ. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഫോട്ടോസൊക്കെ അയച്ചു തരണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. പോരാത്തതിന് എല്ലാം ഉമ്മച്ചിൻ്റെ അടുക്കളയാണ് കേട്ടോ. പോരാത്തതിന് ummachinteadukkala@gmail.com മെയിൽ ചെയ്താലും മതി. അപ്പം നമുക്ക് ഇനി കാണാം അടുത്ത റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാ. Thank you.